അവിടേക്ക് കത്തും കൊണ്ട് ചെന്നു. കത്തും കൊണ്ട് ചെന്നപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കത്ത് സ്വീകരിക്കുന്നു. അപ്പോഴോ കത്ത് വായിച്ചു കൊടുക്കാൻ വിളിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. വിളിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുന്നു, അല്ല, എന്താണ് ഈ മതത്തിൽ കയറിയാൽ കിട്ടുക എന്ന് അദ്ദേഹം അങ്ങോട്ട് എഴുതുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഈ കത്ത് കൊടുത്തു വിടുന്ന സമയത്ത് താനൂഹിനോട് പറഞ്ഞു, നീ കത്തുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തിയാൽ രാത്രിയെ കുറിച്ച് പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. രാത്രി എന്ന പ്രയോഗം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അവിടുത്തെ ചുമലിൽ നുബൂവത്തിന്റെ സീലുണ്ടോ എന്ന് പരിശോധിക്കണം. അവിടുത്തെയുടെ സമീപനത്തിലെ 5-6 കാര്യങ്ങൾ എണ്ണിക്കൊടുത്തു, അത് മുഴുവനും നീ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ആ വാച്ചിങ് മൈൻഡോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിൽക്കുന്നത്. അപ്പൊ ഹെരാക്ലിയസ് ചക്രവർത്തിന്റെ കത്ത് വായിക്കുന്നു. നിങ്ങൾ എന്നെ സ്വർഗത്തിലേക്കാണ് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി, വിജയത്തിന്റെ പാതയിലേക്കാണെന്നും മനസ്സിലായി. നിങ്ങളുടെ മാർഗം പിൻപറ്റിയാൽ അവിടുന്ന് സ്വർഗം കിട്ടുമെന്ന് എനിക്കറിയാം. എന്നാൽ നരകമെന്ന് വച്ചാൽ എന്താകുന്നു എന്നാണ് കത്തിലുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, പകല് കഴിഞ്ഞാൽ പിന്നെ രാത്രി എന്താണെന്ന് ഞാൻ പറയണോ? അപ്പൊ താനൂഹ് പറയുകയാണ്, പ്രവാചക പ്രഭു ഇതങ്ങ് പ്രതികരിച്ചപ്പോൾ എന്റെ ആവനാഴിയിൽ നിന്ന് അമ്പെടുത്തിട്ട് ഞാൻ അതിന്റെ സൈഡിൽ എഴുതിയിട്ടു രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഞാൻ അമ്പവിടെ വെച്ചു. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാജാവ് പറഞ്ഞ ഓരോ പ്രയോഗങ്ങളും പ്രയോഗിച്ചുകൊണ്ടേയിരുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ ആളെ അതിഥിയെ ആരാണ് സൽക്കരിക്കുക? ഫജാഅ റജുലുൻ മിനൽ അൻസാർ. അപ്പൊ അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നബിയെ, ആ അതിഥിയെ ഞാൻ സൽക്കരിച്ചു കൊള്ളാം. അൻസ്വാരിയുടെ പിന്നാലെ നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, ഹലോ, ഇങ്ങ് വന്നേ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോഴേക്ക് താനൂഹ് തിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായം ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദാ നോക്കിക്കോ, ഇതും കൂടെ നിങ്ങളുടെ രാജാവ് പറഞ്ഞതല്ലേ, നോക്കിയിട്ട് പോയിക്കോ. നിങ്ങളുടെ രാജാവ് പറഞ്ഞതല്ലേ, എന്റെ ഖാതമുൻ നബുവ, നുബുവത്തിന്റെ സീല് കൂടി പരിശോധിക്കാൻ പറഞ്ഞില്ലേ, നിങ്ങളത് വിട്ടുപോയോ? കണ്ടിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെയുടെ വാലാ കതിഫൈ ശാമ, അവിടുത്തെ ചുമലിലുള്ള ഖാതമുൻ നബുവത്ത് കൂടി കാണിച്ചു കൊടുത്ത് 7ഓളം അടയാളങ്ങൾ പകർത്തിയെടുത്തുകൊണ്ട് അവിടുന്ന് ഹെരാക്ലിയസ് ചക്രവർത്തിയുടെ അടുക്കലേക്ക് എത്തുമ്പോ മനസ്സുകൊണ്ട് ആശയുണ്ട്, പക്ഷേ അല്ലാഹുവിൽ വിശ്വസിക്കാനുള്ള ഹിദായത്ത് കിട്ടാത്തത് കൊണ്ട് ഹിർക്കൽ ചക്രവർത്തി ഇസ്ലാമിലേക്ക് വരുന്നില്ല. പക്ഷേ ഇതിന്റെ അടിസ്ഥാന നിവേദനം ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവരികയാണ്. അങ്ങനെ മുൻകാലത്ത് കഴിഞ്ഞുപോയ എല്ലാ ആളുകൾക്കും അറിയാം, അവസാന കാലഘട്ടത്തിൽ വരേണ്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. എല്ലാ കാലഘട്ടത്തിലെയും കാരുണ്യത്തിന്റെ സാന്നിധ്യമാണ്. വഅന അവ്വലുൽ മുസ്ലിമീൻ, അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ നബിയുമാണ്. അഥവാ ഫിൽ ഖൽഖി അവ്വലുഹും വബഅസൻ ആഖിറൂ, ഒന്നാമത്തെ സൃഷ്ടിപ്പും അവസാനത്തെ നിയോഗവുമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നാം ഇവിടെ നടത്തിയ തിരുനബി തങ്ങളുടെ ഉദയവും ഉയർച്ചയും എന്നതിൻ്റെ 1ാമത്തെ അധ്യായം, ആത്മീയോദയം എന്നതിൻ്റെ CD നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ കഴിവുള്ളവരൊക്കെ നിങ്ങളുടെ സാന്നിധ്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം നമ്മൾ പങ്കുവച്ചതിൻ്റെ പ്രകാശനം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കും. അതുകൊണ്ട് കഴിവുള്ളവരൊക്കെ വാങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം കാലത്തിന്റെ ഇന്നലകളിൽ മുഴുവനും കണിശമായി അടയാളപ്പെടുത്തപ്പെട്ട സാന്നിധ്യം, ആ സാന്നിധ്യത്തിലേക്കാണ് നമ്മുടെ സഞ്ചാരം. ഇനിയും ഒരുപാട് പറയാനുണ്ട്. വരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ്. ഇത് എവിടെ എത്രാമത്തെ ദിവസം നബിതങ്ങൾ ജനിക്കുമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്ക് പറയാൻ കഴിയില്ല.
ഇങ്ങനെ പോയാൽ നമ്മുടെ 7 ദിവസം കഴിഞ്ഞാലും അവിടുത്തെ ഭൗമികമായ ഉദയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയുപ്പ അബ്ദുൽ മുത്തലിബ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്താണ്. അബൂ നുഐം തങ്ങൾ നിവേദനം ചെയ്യുന്നു, അബൂബക്കർ ബിൻ അബ്ദുല്ലാഹ് ബിൻ അബിൽ ജഹം അൻ നബിഹി അൻ ജദ്ദി ഖാൽ സമീഅതു അബാ ത്വാലിബ്, അബൂ ത്വാലിബ് പറയുന്നതായി ഞാൻ കേട്ടു, യുഹദ്ദിസു അൻ അബ്ദുൽ മുത്തലിബ്, വാപ്പയായ അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് പറയുകയാണ്. ബൈനമാ അന നായിമുൻ ഫിൽ ഹിജ്ർ, ഹിജ്ർ ഇസ്മാഈലിൽ കഅബാലയത്തിന്റെ ചാരത്ത് ഞാൻ ഉറങ്ങുകയാണ്. അറഅയ്തു റുഅ്യാ, ഞാനൊരു സ്വപ്നം കണ്ടു. വായിച്ചു വിശദീകരിക്കാൻ സമയം പോരാ. മനോഹരമായ ഒരു മരം, ആ മരത്തിന്റെ ചില്ലകളും കൊമ്പുകളും എല്ലാം വികസിച്ചിരിക്കുന്നു. വിശാലമായി പരന്നു കിടക്കുന്ന മരം, ആ മരത്തിന്റെ ചില്ലകളിലേക്ക് കുറെ ആളുകൾ ആലിങ്ങനെ നിബദ്ധരായി കെട്ടിപ്പിടിച്ചു കിടക്കുന്നു. ഖുറൈശികളിലുള്ള ചിലരോ അതിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. അപ്പോഴെല്ലാം പ്രസന്ന മുഖനായ ഒരാൾ രംഗത്ത് വന്നിട്ട് അവരെ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ചിത്രം ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോഴോ ഞാൻ അതിനെ ഒന്ന് പ്രാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇത്രയും നല്ല മരം, ഒരുപാട് സുമുഖന്മാരായ ആളുകൾ കെട്ടിപ്പിണഞ്ഞ് ആലിംഗനം ചെയ്യുന്ന ഈ മരത്തിൽ എനിക്കൊന്ന് പിടിക്കണമല്ലോ, അതിന്റെ മുഖത്ത് എനിക്കൊന്ന് എത്തണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പോയി. അപ്പോഴേക്കോ വറഅയ്തുൽ അർബ വൽ അജമ ലഹാ സാജിദീൻ വഹിയ തസ്ദാദു കുല്ല സഅ, അങ്ങനെ നോക്കുമ്പോഴേക്ക് ഇതിന്റെ വെളിച്ചം അറബികളിലും അനറബികളിലും പൂർവ്വ പശ്ചിമ ഘട്ടങ്ങളിലും എല്ലാം വ്യാപിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴോ അവിടുന്ന് വ്യക്തമായി, ചിലപ്പോഴൊന്ന് മങ്ങി, പക്ഷേ ലോകത്തേക്ക് മുഴുവനും വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഖുറൈശികളിൽപ്പെട്ട കുറെ പ്രമുഖന്മാരായ ആളുകൾ അതിലിങ്ങനെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ചെന്നപ്പോഴോ ഞാൻ എന്റെ വിഹിതത്തിന് വേണ്ടി ഞാൻ അടുത്തേക്ക് ചെന്നു. അടുത്തേക്ക് ചെന്നിട്ടോ അതിൽ നിന്നൊരംശം എടുക്കാൻ നോക്കിയപ്പോൾ എനിക്കത് ലഭിക്കുന്നില്ല. ഞാൻ കൈയുയർത്തിയിട്ട് ഞാൻ അതിൽ നിന്നൊരു വിഹിതം എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴോ അങ്ങനെ അതിൽ നിന്നൊരു വിഹിതം എടുക്കാൻ നോക്കുമ്പോൾ എനിക്ക് കഴിയുന്നില്ല. അപ്പൊ ഞാൻ അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു, ഈ മരത്തിന്റെ പങ്ക് ആർക്കൊക്കെ ഉള്ളതാണ്? അപ്പോഴവിടുന്ന് വിളിച്ചു പറയപ്പെട്ടു, ഇതിനോട് കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നവർക്കുള്ളതാണ് ഇതിന്റെ മുഴുവൻ വിഹിതമുള്ളത്. അങ്ങനെ ഞാനിങ്ങനെ ഈ സ്വപ്നത്തിന്റെ ദർശനങ്ങളുമായി ഉണർന്നിട്ട് ഞാൻ അവിടെയുള്ള ജ്യോത്സ്യന്മാരുടെയും പാതിരിമാരുടെയും ഒക്കെ അടുക്കൽ പോയി ഞാനിതങ്ങ് അവതരിപ്പിക്കുമ്പോൾ അവരുടെ മുഖം ഞാൻ വർണ്ണിക്കുന്നതിനനുസരിച്ച് വിവർണമാകുന്നത് ഞാൻ കണ്ടു. അബ്ദുൽ മുത്തലിബ് പറയുകയാണ്, എന്റെ സ്വപ്നം ഞാൻ വിശദീകരിക്കുമ്പോഴേക്ക് പാതിരിമാരുടെ മുഖം വിവർണമാകുന്നു, അവരുടെ ഭാവങ്ങൾക്ക് ഭേദം വരുന്നു, അവരുടെ മുഖത്തെ ഭാവങ്ങൾ മാറുന്നു. അവസാനം അവിടുന്ന് പറയുകയാണ്, ലഇൻ സദഖത റുയാക, അല്ലയോ അബ്ദുൽ മുത്തലിബേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങളുടെ മുതുകിൽ നിന്നൊരാൾ വരാനുണ്ട്. യംലികുൽ മശ്രിഖ വൽ മഗ്രിബ വയദീനു ലഹുന്നാസ്. അവിടുന്ന് ഇതാ നിങ്ങളുടെ മുതുകിൽ നിന്ന് ലോകത്തെ മുഴുവനും കീഴടക്കുന്ന എല്ലാ ജനങ്ങളുടെയും മതത്തിന്റെ ആശ്രയ കേന്ദ്രമാകുന്ന സർവ്വജനങ്ങളും വിനയാന്വിതം എത്തിച്ചേരുന്ന ഒരാൾ നിങ്ങളുടെ മുതുകിൽ നിന്ന് ജനിക്കാനുണ്ട്. അപ്പ ചോദിച്ചു, എനിക്കതിൽ നിന്ന് വിഹിതം കിട്ടില്ലേ? വിഹിതമെടുക്കുന്നത് വരെ നിങ്ങൾ ജീവിച്ചിരിക്കില്ല. ഇത് പറഞ്ഞിട്ട് അബ്ദുൽ മുത്തലിബ് അബൂ ത്വാലിബ് എന്ന മകനോട് പറയുന്നു, മോനെ, ലഅല്ലക അൻ തകൂൻ, മോനാകാൻ സാധ്യതയുണ്ട്, ആ കുഞ്ഞിന്റെ മൂത്താപ്പയാകാനുള്ള നിയോഗം നിനക്കുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു
എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയുപ്പ അവിടുത്തെ മൂത്താപ്പയായ അബൂ ത്വാലിബിനെ കുറിച്ച് മോനോട് പറയുന്ന, മോനെ, വാഗ്ദത്ത നബിയുടെ മൂത്താപ്പയാണ് നിങ്ങൾ, അതുകൊണ്ട് ആലോചിച്ചോളൂ, പഠിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിന്റെ ആണ്ടുകൾക്ക് മുമ്പ് പ്രചരിപ്പിച്ചു കൊടുക്കുന്നു. സയ്യിദി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ അബ്ദുൽ മുത്തലിബിന് അറിയാം. ഇനി ഓരോ ഘട്ടങ്ങളും നോക്കിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരോരുത്തർ പരിചയപ്പെടുകയാണ്. പരിശുദ്ധമായ മക്കയിലുള്ള ഒരുപാട് ആളുകൾ, 32ഓളം ആളുകൾ വേദത്തിൽ നിന്ന് പഠിക്കുന്നു. വാഗ്ദത്ത പ്രവാചകൻ വരും, പേര് മുഹമ്മദ് എന്നായിരിക്കും. 32ഓളം ആളുകൾ അവരുടെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചു, ആ വാഗ്ദത്ത പ്രവാചകനാകാൻ വേണ്ടി. അങ്ങനെ ഓരോ ദിക്കിലും ജനനം കൊണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ മുഴുവനും വിലയിരുത്താൻ തുടങ്ങി. അങ്ങനെ കാലഘട്ടത്തിന്റെ ഇന്നലകളിൽ നിന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ് നൽകുന്നു. അവിടത്തേക്ക് ശേഷം അഹ്മദ് എന്നൊരു നബി വരും, അതറിയിക്കാനുള്ളതാണ്. എന്നിട്ടോ അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. തോറയിലും ഇൻജീലിലും ബൈബിളിലും തൗറാത്തിലും രേഖപ്പെടുത്തപ്പെട്ട നബിതങ്ങൾ വരും എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് ഇന്നലകളിൽ ആലേഖനം ചെയ്യപ്പെട്ട ലോകത്തിന്റെ നേതാവിന്റെ ആഗമനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ സ്വപ്നത്തിലൂടെ, കുറെ ആളുകൾ വേദത്തിലൂടെ, മറ്റു കുറെ ആളുകൾ ആളുകളുടെ വർത്തമാനത്തിലൂടെ. എന്തിനേറെ സഭ കൂടുമ്പോഴെല്ലാം ചർച്ചയാണ്, നബി വരാനായി. ആദം നബി പറഞ്ഞു, ഇദ്രീസ് അലൈഹിസ്സലാം പറഞ്ഞു, നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന ദഅവതു ഇബ്രാഹിം വബിശാറതു ഈസാ വറുഇയാ ഉമ്മി. ഞാൻ ഇബ്രാഹിം നബിയുടെ ദുആ ആണ്. ബുറാഖ് എന്ന വാഹനത്തിന്റെ മുകളിൽ കയറ്റിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ഹാജർ അലൈഹിസ്സലാമിനെയും മക്കയിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ എത്തുന്ന സമയത്തോ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ജിബ്രീൽ ബുറാഖ് എന്ന വാഹനം കൊണ്ടുപോകുന്ന സമയത്ത് പച്ചപ്പ് കാണുന്ന സ്ഥലത്തെല്ലാം പറയും, ഓ ജിബ്രീൽ, ഇവിടെ അവരെ ഇറക്കിക്കോളൂ, ഓ ജിബ്രീൽ, ഇവിടെ അവരെ ഇറക്കിക്കോളൂ. കാരണം അവർക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇടയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പറയുകയാണ്, ഈ ഭൂമി നല്ല ഭൂമിയാണ്, തരുക്കളുള്ള ജലമുള്ള ഭൂമിയാണ്, ഇവിടെ ഇറക്കിക്കോട്ടെ. ഇല്ല, ജിബ്രീൽ അലൈഹിസ്സലാം നിർത്തിയില്ല. അവസാനം മരുഭൂമിയാകുന്ന കഅബാലയത്തിന്റെ അടുക്കലെത്തിയപ്പോൾ ബുറാഖിനോട് നിൽക്കാൻ പറയുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഓ ഇബ്രാഹിം നബിയെ, ഇവിടെയാണ് ഇറങ്ങേണ്ടത്. ഓ ഹാജറെ, ഇവിടെയാണ് ഇറങ്ങേണ്ടത്. ഓ ഇസ്മായിലെ, ഇവിടെയാണ് ഇറങ്ങേണ്ടത്. ഇവിടെ ഇറങ്ങാനോ? ഇവിടെ വെള്ളമില്ല, ഇവിടെ തരുക്കളില്ല, ഇവിടെ അരുവിയില്ല, ഇവിടെ ഒന്നുമില്ല. പിന്നെങ്ങനെയാണ് ഇവിടെ ഇറങ്ങുക? വിഷമിക്കേണ്ടതില്ല. ഇവിടെയാണ് നിങ്ങളുടെ പൊന്നുമോന്റെ മുതുകിൽ നിന്ന നാളത്തെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. ഇനി ബുറാഖിന്റെ സഞ്ചാരം ഇവിടെ നിന്നാണ്. ആ നബിയെയും കൊണ്ടാണ് എന്നവിടുന്ന് ബുറാഖിന്റെ സംഭവം ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് സാലിഹി അശ്ശാമി അവിടുന്ന് നിവേദനം ചെയ്യുന്നു. അങ്ങനെ മൃഗങ്ങൾ വിളിച്ചു പറയുന്നു, അതുപോലെ തന്നെ ഓരോ ജന്തുക്കളും അവിടുന്ന് അനൗൺസ് ചെയ്യുന്നു, വാഗ്ദത്ത പ്രവാചകന്റെ ആഗമനത്തിന്റെ നേരമായി. കാരണം എന്താ? എല്ലാ നബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതോ ഒരു വിശേഷണം കൊണ്ട് മാത്രം വന്നവരാണ്. അവിടുന്ന് എഴുതുന്നത് കാണാം, മുഹമ്മദ് ഐഡിയൽ പ്രോഫറ്റ് എന്ന പുസ്തകത്തിന്റെ 67ാമത്തെ പുറത്ത് മനോഹരമായ ഒരു പരാമർശമുണ്ട്. സമയം ദീർഘമായി പറയാനില്ല, ചുരുക്കുകയാണ്.
every prophet of God came to guide us with some distinguishing feature of his own. ഓരോ പ്രവാചകന്മാരും അവരവരുടേതായ പ്രൗഢമായ മൗലിക ഗുണങ്ങൾ കൊണ്ടാണ് ഓരോ കാലഘട്ടത്തെയും അവർ നിയോഗിച്ചത്. Noah's life presents the picture of righteous indignation against heathenism, while Abraham is the iconoclastic fragile man. Moses is the paragon of government and legislation. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് നീതിനിഷ്ഠമായ നിയമ നടപ്പിലാക്കലിന് വേണ്ടി വന്ന മഹാനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബിംബാരാധനയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ്. അവിടുന്ന് യുദ്ധത്തിന് ഗവൺമെന്റിനോട്, സർക്കാരിനോട്, നിയമവ്യവസ്ഥിതികളോട് നീതിനിഷ്ഠമായ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തയാളാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. Jesus is the specimen of humility and charity, forgiveness and contentment. അവിടുന്ന് ഹൃദയ സ്വീകാര്യതയുടെയും വിട്ടുവീഴ്ചയുടെയും പ്രതീകമാണ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. Solomon is the symbol of royal splendor. രാജകീയമായ അധികാരത്തിന്റെയും പ്രൗഢിയുടെയും അടയാളമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. Jonah is an illustration of patience and contrition. അവിടുന്ന് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പാപമോചനത്തിന്റെയും അവിടുന്ന് തൗബയുടെയും പ്രതീകമാണ്. Joseph displays the zeal of preaching the truth even in the dungeon. എത്രയോ ഇരുട്ടാർന്ന സ്ഥലത്ത് പതിയിരിക്കുന്നതാണെങ്കിലും സത്യത്തെ പുറത്തെടുത്തു കൊണ്ടുവരാൻ കൂടുതൽ അധ്വാനിച്ച ശൈലിയാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിൽ കാണുന്നത്. ഡേവിഡ്സ് പ്രാംസ് saying of lamentation and God's glorification. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ വചനങ്ങൾ ദൈവീകമായ മഹത്വങ്ങളുടെ വീണമീട്ടുന്ന മധുരധ്വനിയാണ്. But all these, എന്നാൽ ഇത് മുഴുവനും, all these characteristics have been rolled into one perfect model of the entire humanity in the life and character of Muhammad sallallahu alaihi wasallam. ഈ പറയപ്പെട്ട മുഴുവൻ മഹത്വങ്ങളുടെയും മനോഹരമായ പ്രൗഢമായ സമ്മേളനത്തിന്റെ പ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇമാം ഖത്തീബുൽ ബഗ്ദാദി ഉദ്ധരിച്ച ഒരു വചനം ഇദ്ദേഹം അവിടെ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് വിളിച്ചു പറഞ്ഞു, അവിടുന്ന് ആത്മാവുകൾ അല്ല, അവിടുന്ന് മാലാഖമാർ. Take Muhammad sallallahu alaihi wasallam from one land to other and to the depth of the ocean, so that the whole world, every man and jinn, every beast and bird, and every sentient being may know his name and fame. ഈ പ്രവാചകനെ നിങ്ങൾ കൊണ്ടുപോകൂ, എല്ലാ ദുഃഖിലും മുക്കിലും ആഴിയിലും അരുവിയിലും അമരത്തും അവിടുന്ന് ഉപരിലോകത്തുമെല്ലാം കൊണ്ടുപോകൂ. കാരണം എന്താണ്? Being men know his name and fame. അവിടെ എല്ലായിടത്തും ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളും പേരുകളും സുപരിചിതമാണ്. Give him the morals of Adam, gnosis of Sheeth, courage of Noah, faithfulness of Abraham, eloquence of Ismail, resignation of Ishaq, oratory of Salih, wisdom of Lot, perseverance of Yusha, of Moses, endurance of Job, obedience of Jonah, fighting spirit of Joshua, Ayyusha alayhi salam, melody of David, love of Daniel, esteem of Elias, chastity of John, and abstinence of Jesus, and bathe him in the water of their morals. അവിടുന്ന് ഓരോ പ്രവാചകന്മാർക്കും കൊടുത്ത എല്ലാ മൂല്യങ്ങളും ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നിങ്ങൾ വാഴ്ത്തി കൊടുക്കൂ. എന്നിട്ട് തസ്നീമിന്റെ മധുര ഗുണങ്ങളുടെ പ്രൗഢ ഗാംഭീര്യങ്ങളുടെ അരുവിയിൽ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുക്കിയെടുക്കൂ എന്നവിടുത്തെ ജന്മസമയത്ത് വിളിച്ചു പറഞ്ഞതായി ഖത്തീബുൽ ബഗ്ദാദിയുടെ ഉദ്ധരണി ദ മുഹമ്മദ് ദി ഐഡിയൽ പ്രോഫറ്റ് എന്ന പുസ്തകം വളരെ മനോഹരമായി അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞു പോയാൽ പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുരാഗത്തിന്റെ ആത്മസത്തുക്കളെ ആഗ്രഹിച്ചു വരുന്നവരുടെ മുമ്പിൽ ഇത്തരം ദാർശനികമായ കൂടുതൽ പഠനങ്ങൾ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വിഷയത്തോട് നീതി പുലർത്താൻ അല്പം പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഇന്നലകളിൽ മുഴുവനും സാന്നിധ്യമറിയിച്ച റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാവ് ഇന്നത്തേക്ക് മാത്രമുള്ളതല്ല.
ഞാൻ ഈ അധ്യായം നീട്ടുന്നില്ല. നമ്മുടെ നേതാവ് ഇന്നും എന്നും ഇന്നലെയും എപ്പോഴും നമ്മുടെ കൂടെയുള്ള നേതാവാണ്. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയേണ്ടതുപോലെ അറിയണം, അടുക്കേണ്ടതുപോലെ അടുക്കണം, പ്രേമിക്കേണ്ടതുപോലെ പ്രേമിക്കണം. അങ്ങനെ പ്രേമിക്കേണ്ടതുപോലെ പ്രേമിക്കുമ്പോഴാണ് നമ്മുടെ കടപ്പാട് അവിടത്തെയോട് റെഡിയാകുന്നത്. അതാണ് ഇമാം ബുഖാരി തങ്ങൾ കിതാബുൽ ഈമാനിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കാൻ പറഞ്ഞിട്ട് സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 ഗുണങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവൻ ഈമാനിന്റെ മധുരമറിഞ്ഞവനാണ്. അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും റസൂലും ഏറ്റവും പ്രിയപ്പെട്ടതാകുമ്പോഴാണ് നിങ്ങൾക്ക് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രേമം എല്ലാവരെക്കാളും കൂടുതലാകുമ്പോഴാണ് നിങ്ങളുടെ ഈമാനിന് മധുരമുണ്ടാവുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രേമിച്ചാലോ സ്നേഹപ്രപഞ്ചത്തിന്റെ എല്ലാ ദിവസത്തെയും കൺക്ലൂഷൻ അവിടുത്തെയോടുള്ള പ്രേമമാണ്. ഇന്നലകളിൽ വടന്ന 4 വഴികളോടൊപ്പം നമ്മുടെ കൽബിലേക്ക് ചെല്ലാൻ ലയിക്കാനുള്ള അമൃതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇമാം അബുൽ ഖാസിം റസാഇ തങ്ങൾ അവിടുത്തെ തദ്കിറത്തുൽ മുഹിബ്ബീൻ 94-ാം പേജിൽ പറയുന്നു, ബഹുമാനപ്പെട്ട ശൈഖ് സാലിഹ് അൽ വലിയുൽ ആലിം അബുൽ ഹസൻ മുഹമ്മദുൽ അൻസാരി അൽ ബത്തറനി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാഴ്ത്തി പറയുന്ന നേതാവാണ്. അവിടുന്ന് തിരുനബി തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതുകയാണ്, ഫശഹിദ്തു അന്നല്ലാഹ ഖസ്സ മുഹമ്മദാ ഫഗദാ ബിഅംലാകിസ് സമാഇ മുഅയ്യദാ وعلى لسان الأنبياء ممجدا ورأيت فضل العالمين محددا وفضائل المختار لا تتناهى. ആ തിരുനബി തങ്ങളുടെ മഹത്വങ്ങൾ പ്രവാചകന്മാര് വാഴ്ത്തിയതാണ്. അതിർത്തിയില്ലാത്ത അപദാനത്തിന്റെ അനുരാഗത്തിന്റെ പ്രപഞ്ചമാണ്. അവിടുത്തെയുടെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ്. അംദാഹുഹു തബ്ഖാ അലാ മർരിസ് സമൻ കം ആയത്തിൻ ഫീഹാ ലഹു മദ്ഹുൻ ഹസൻ. അവിടുത്തെ മദ്ഹ് എവിടെയാണ് കാലങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ഇന്നലെ നമ്മൾ പറഞ്ഞു, ജമാൻ മഹ്മാൻ, കാലഘട്ടം മുഴുവനും അതിഥികളുള്ള സുപ്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആതിഥ്യമരുളുന്ന നേതാവാരാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഖാളി ഇയാൽ തങ്ങളെ ശിഫയിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉദാഹരണം സുപ്രയൊരുക്കിയ ആതിഥ്യമരുളുന്ന ആളെ പോലെയാണ്. എല്ലാവർക്കും സദ്യ കൊടുക്കുന്ന പണിയാണ്, ഞാനാണ് ആ സദ്യക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ടൊരു കാലഘട്ടത്തിലും അവിടുത്തെ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. നാവുള്ളവരെല്ലാം അവിടുത്തെ പറഞ്ഞു മതിയാക്കാൻ കഴിയാതെ നിസ്സഹായരായവരാണ്. كيف السبيل إلى تقصي مدح من قال الإله له وحسبك جاها. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രൗഢിക്ക് സമാനമാം വിധം ഖുർആൻ വാഴ്ത്തിയ നബിതങ്ങളുടെ മഹത്വം എങ്ങനെയാണ് രചിച്ചു തീർക്കുക? എന്നിട്ട് മഹാനവറുകൾ പറയുന്ന വരി കണ്ടോ, മലല്ല സാഹിബുക്കും ഫഖസ്സ വകറമ
ويقول ما كذب الفؤاد لقد سما وكفاه ما قد قاله رب السماء إن الذين يبايعونك إنما فيما يقول يبايعون الله. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാഴ്ത്തി പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പ്രത്യേകതകൾ എണ്ണി പറയുകയാണ്. മാലല്ല സ്വാഹിബുക്കും വമാഗവാ, അവിടത്തേക്ക് പിഴവ് പറ്റിയിട്ടില്ല, അവിടുത്തെയുടെ മഹത്വത്തിന് ഇളക്കം സംഭവിച്ചിട്ടില്ല, അവിടുത്തെ ഹൃദയത്തിന് കാപഢ്യം ഭവിച്ചിട്ടില്ല. മാകദബൽ ഫുആദു മാ റആ, കണ്ണുകൊണ്ട് കണ്ടത് ഖൽബ് കളവാക്കിയിട്ടില്ല. അങ്ങനെയൊക്കെ നബി തങ്ങളുടെ അവയവങ്ങൾ എണ്ണി അപദാനം പറഞ്ഞ ഖുർആൻ ഷഹിദത്ത് ജമീഉൽ അംബിയാഇ ബിഫളിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനാണെന്നതിന് എല്ലാ പ്രവാചകന്മാരും സാക്ഷിയാണ്. വലി അജലി ഖത്മിഹി മി അതൗ മിൻ ഖബ്ലിഹി, അവർക്ക് മുഴുവനും പരിപൂർത്തിയായി സീല് വെക്കാൻ വന്ന നബിയാണ്. വലഹു ലിവാഉൽ ഹംദി ഖുസ്സ ബിഹംലിഹി, ലിവാഉൽ ഹംദ് എന്ന സ്തുതി പതാക വഹിക്കുന്ന നേതാവാണ്. ഹാദൽ ഫഖാറു ഫഹൽ സമിഅത ബിമിസ്ലിഹി, ഈ പ്രൗഢിക്ക് സമാനമായ മഹത്വം മറ്റൊരാൾക്കെങ്കിലും ഉണ്ടോ? വഹൽ ലിനശ്അതിഹിൽ കരീമതി വാഹാ, അവിടുത്തെയുടെ മഹത്വത്തിന് മംഗളം നേരുമ്പോ മുഅ്മിനീങ്ങളെ അലി വഫാത്തങ്ങളെ പാടുകയാണ്. ലൗ അബ്സറ ശൈത്താനു തൽഅത നൂരിഹി ഫീ വജി ആദമ കാന അവ്വല മൻ സജദ ഔ ലൗ റഅ നംറൂദു നൂറ ജമാലിഹി അബദൽ ജലീല വൽ ഖലീൽ വമാ അനദ്. അറിയുമോ, പിശാചങ്ങാണ് നബിതങ്ങളുടെ പ്രകാശത്തെ ആദം നബിയുടെ മുഖത്ത് കണ്ടിരുന്നെങ്കിൽ ആദ്യം സുജൂദ് ചെയ്യുക ഇബ്ലീസാകുമായിരുന്നു. പക്ഷേ നബിതങ്ങളുടെ വെളിച്ചം കാണാൻ ഇബ്ലീസിന് കഴിഞ്ഞില്ല. അതുപോലെ നമ്രൂദ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെതിരെ ചാട്ടുളിയുമായി വന്ന നമ്രൂദ്, അവിടുന്നെങ്ങാണ് നബിതങ്ങളുടെ പ്രകാശം ഇബ്രാഹിം നബിയുടെ മുഖത്ത് കണ്ടിരുന്നെങ്കിലോ അബദൽ ജലീല മഅൽ ഖലീലി വമാ അനദ്, അല്ലാഹു ആകുന്ന ജലീലിനെ ഖലീലാകുന്ന ഇബ്രാഹിം നബിക്കൊപ്പം എതിരു കാണിക്കാതെ അവിടുന്ന് വഴങ്ങുമായിരുന്നു. ആ മഹത്വമെല്ലാമുള്ള നബിതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അബുൽ ഹസൻ മുഹമ്മദുൽ അൻസാരി അൽ ബത്റനി വലിയ മഹാനാണ് കേട്ടോ. മഹാനവറുകൾ അവസാനം മദീന മുനവ്വറയിലെ റൗളത്തുൽ മുശറഫയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നു, അൽഹംദുലില്ലാഹിൽ കരീമി വഹാദിഹി നജസതു വലന്നി അന്നഹു യർലാഹാ. ഞാൻ ഈ കോർത്ത വരികളും ചേർത്ത ആശയങ്ങളും ഇവിടെ വെച്ചു ചൊല്ലിയ പ്രകീർത്തനങ്ങളും എന്റെ നബിതങ്ങൾ സ്വീകരിക്കുമായിരിക്കും അല്ലേ? വലന്നി അന്നഹു യർലാഹാ, നബിതങ്ങൾ സ്വീകരിച്ചേക്കാം. ഫസമിഅ ഖായിലൻ യഖൂലു ഫീ ഖബ്രിൽ മുസ്തഫ, അപ്പോഴാണ് ഖബറിൽ നിന്ന് വിളിക്കുന്നു, ഒരാളെ കേൾക്കുന്നു. റളീനാഹാ റളീനാഹാ റളീനാഹാ. ഓ അബുൽ ഹസൻ മുഹമ്മദുൽ അൻസാരി, നിങ്ങൾ എന്നെ കുറിച്ച് ചൊല്ലിയ മദ്ഹുകളെല്ലാം ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു. വിഷമിക്കണ്ട അബുൽ ഹസനെ,
അവസാനം മദീനയിൽ നിന്ന് അബുൽ ഹസനിൽ നിന്ന മഹാനവറുകൾ അൽ അൻസാരിയുൽ ബത്റനി റഹിമഹുല്ലാഹ് അവിടുന്ന് മദീനയിൽ നിന്ന് വരാൻ നേരം അന്നിന്റെ തലേ രാത്രി നബി തങ്ങളോട് സലാം പറഞ്ഞു യാത്ര പറഞ്ഞു മദീനത്ത് കിടന്നുറങ്ങുമ്പോ ഒരൊറ്റ വിളിയാണ് യാ അബാ അബ്ദില്ലാ, ഓ അബൂ അബ്ദില്ലാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, തൂഹ്ശുനാ, എന്നെ മദീനയിൽ കിടത്തിയിട്ട് നിങ്ങൾ ബത്റനിലേക്ക് പോവുകയാണോ? അന്തലേഷ്യയിലെ ഒരു പ്രവിശ്യയാണ് ഈ പറയപ്പെടുന്ന ഉന്ദുലുസിലെ ഒരു ഗ്രാമമാണ്. അവിടത്തേക്ക് നിങ്ങൾ എന്നെ മദീനത്ത് കിടത്തിയിട്ട് തിരിച്ചു പോവുകയാണോ? മദീനയുടെ മണൽപ്പരപ്പിലെ ഖബറു ശരീഫിന്റെ അകത്തളത്ത് കിടന്ന് നമ്മുടെ ബലമർമ്മരങ്ങളെ അറിയുന്ന തിരുനബിതങ്ങള് അവിടുത്തെയുടെ സവിധത്തിൽ ചെന്ന മദ്ഹ് ചൊല്ലിയ അബുൽ ഹസൻ തങ്ങളോട് പറയുന്നു, എന്നെ ഒഴിവാക്കിയിട്ട് പോവുകയാണോ? ഞാൻ തൃപ്തിപ്പെട്ടോന്ന് ചോദിച്ചപ്പോ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, എന്നിട്ടും പോവുകയാണോ? അപ്പൊ മഹാനവറുകൾ പറഞ്ഞില്ല, ഞാൻ മദീനത്തു തന്നെ. فكانت هذه الرؤيا سببا لإقامته ودفنه قريبا من تربته ومدحه وإنشاد قصيدته. അവിടുന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ തന്നെ കിടക്കുന്നു, അവിടെ തന്നെ വഫാത്താകുന്നു. അതുകൊണ്ട് മുഹിബ്ബീങ്ങളോട് ഈ സദസ്സിൽ വെച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, തിരുനബി തങ്ങളുടെ സീറ പറയുന്ന ഈ മജ്ലിസ് ഇവിടെ ഒരു വിഷയം പറഞ്ഞു തീർക്കാൻ തുടങ്ങിയതല്ല. അതൊരിക്കലും എനിക്ക് കഴിയില്ല. ഞാനതിന് വിവരമുള്ളയാളല്ല, ഞാനതിന് യോഗ്യതയുള്ളയാളല്ല. പക്ഷേ ഈ മജ്ലിസ് നാളെ നജസത്ത് വലന്നി അന്നഹു യർലാ, സാധുക്കളായ ചെറുപ്പക്കാര് കുട്ടികൾ ഈ വേദി ഇവിടെ ഒരുക്കി കഷ്ടപ്പെട്ട് സാധുവായ ഞാനിവിടെ നിന്ന് സംസാരിച്ച് മുഹിബ്ബീങ്ങളായ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് അന്നഹു യർലാ, ഇതൊക്കെ നബിതങ്ങളങ്ങ് തൃപ്തിപ്പെട്ടേക്കാം. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ, അവിടുത്തെയുടെ സവിധത്തിൽ എത്തിച്ചു തരട്ടെ, അവിടുത്തെയോട് മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. അതിനാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, ഇമാമീങ്ങളെ മുഴുവനും പ്രചരണം നടത്തിയ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് എല്ലാ അമ്പിയാക്കന്മാരുടെയും വസീലയാണ്, എല്ലാ അമ്പിയാക്കന്മാരുടെയും ഇടനിലയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാമുൽ മദീന മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം തങ്ങൾ ഉദ്ധരിക്കുന്നു, വഹബത്തു സുഹൈലി എന്ന ആധുനിക എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ അശമാഇലുൽ മുസ്തഫ എന്ന കിതാബിന്റെ 408-ാമത്തെ പേജിൽ പറയുന്നു, ഹദ്ദസൽ ഹാക്കിം വആഖറൂന കസീറൂന അൻ ഇബ്നു ഹുമൈദ് റളിയല്ലാഹു അൻഹു. ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നു. അതുപോലെ ലോകത്തുള്ള ആയിരക്കണക്കിന് ഹദീസിന്റെ പണ്ഡിതന്മാർ നിവേദനം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മഹാന്മാരായ ചരിത്രകാരന്മാർ ഉദ്ധരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറ കേവലം ഒരു സീറ പാരായണത്തിനുള്ളതല്ല. അവിടുന്ന് ഹദീസ് മനഃപ്പാടമാക്കുന്നതിന്റെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയവരാണ് സീറ റിപ്പോർട്ട് ചെയ്തതെന്ന് ഫിഖ്ഹു സീറത്തിൻ നബവിയ്യ എന്ന
എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട സഈദ് റമളാനുൽ ബൂത്തി ആധികാരികമായി എഴുതിയിട്ടുണ്ട് സഹോദരങ്ങളെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറയെ കുറിച്ച് അതിന്റെ നിയമശാസ്ത്രം പറഞ്ഞ പണ്ഡിതന്മാർ മുഹമ്മദുൽ ഗസാലിയെ പോലെയുള്ള ആധുനികന്മാരും സഈദ് റമളാനുൽ ബൂത്തിയെ പോലെയുള്ള സമകാലികരും ഇബ്നു ഹിശാമിന്റെ ചരിത്രം എഴുതിയ പൗരാണികരും എല്ലാം എഴുതുന്നു, സീറ റിപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് വെറും കഥാകൃത്തുക്കളല്ല, തഖവ്വല അലൈനാ ബഅദുൽ അഖാവീൽ എന്ന നിലക്കുള്ള കേവലം വർത്തമാനക്കാരല്ല, അവർ മുഴുവനും ഹദീസ് നിവേദനത്തിന്റെ പ്രായോഗിക യോഗ്യതകൾ ഒത്തിണങ്ങിയവരായിരുന്നു. മാത്രമല്ല സീറയുടെ ആളുകൾ മുഹദ്ദിസീങ്ങളുടെ കാലഘട്ടത്തിൽ വലിയ മെമ്മറിയുള്ള ആളുകളാണ്. ഇബ്നു ഹിശാം തങ്ങളുടെ മെമ്മറിയെ കുറിച്ച് പറയുന്നു, പുറത്തേക്ക് ഇറങ്ങിയാൽ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ അവിടുത്തെ ചെവിയിലൂടെ കേട്ടുപോയാൽ മെമ്മറിയിൽ കടന്നു പോകും. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് തുണി തിരികിയിട്ട് കാതിൽ തിരികിയിട്ട് പുറത്തിറങ്ങും, വൃത്തികെട്ട ഒരു വർത്തമാനവും കേട്ടിട്ട് മെമ്മറിയിൽ കിടക്കാതിരിക്കാൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തോട് ലയിക്കാതിരിക്കാൻ, ഹദീസിനോട് കലർന്നു പോകാതിരിക്കാൻ, മെമ്മറിയിൽ സ്ഖലിതമില്ലാതിരിക്കാൻ, അങ്ങനെയൊക്കെ പാലിച്ച മഹാനാണ് ഇമാം ഇബ്നു ഹിശാം റഹിമഹുല്ലാഹ്, ഇമാം ഹലബി റഹിമഹുല്ലാഹ്, ഇബ്നു അസാകിർ റഹിമഹുല്ലാഹ്. അവരെല്ലാം വലിയ വലിയ മഹാന്മാരാണ്. എന്നാൽ ഇമാമുൽ മദീന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം മനസ്സിലാക്കിയ മഹാനാണ് കേട്ടോ. ആ മാലിക് ഇമാം തങ്ങളോ അവിടുത്തെ മജ്ലിസിൽ ഇരുന്ന ആരെങ്കിലും നബി തങ്ങൾ പറഞ്ഞു എന്ന് കണ്ടാൽ, വൻദുർ ഇലാ മാലിക് ഇബ്നു അനസ് ഫീ കലാമിഹി വഅദബിഹി മഅ നബിയില്ലാഹി വഹബീബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പറയുമ്പോൾ ഖാല റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോഴേക്ക് അവിടുത്തെ മുഖം വിവർണമായി പോയി, ബഹുമാനം കൊണ്ട് ചുവന്ന് തൊടുത്തുപോയി. അങ്ങനെയുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദോ പേരൊന്നു കേട്ടാൽ അപ്പോഴേ ബോധം കെട്ട് വീഴുന്ന മഹാനായിരുന്നു. ആ മാലിക് ഇമാം തങ്ങൾ പറയുകയാണ്, അബൂ ജഅഫർ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ഭരണാധികാരിയോട് ചെറിയ ഒരു സംസാരം നടന്നു. മദീന പള്ളിയിൽ നിന്നുകൊണ്ട് അവിടുന്ന് വർത്തമാനം പറയുന്ന സമയത്ത് അബൂ ജഅഫറുൽ മൻസൂറിന്റെ ശബ്ദമുയർന്നു. ഫഖാല ലഹു, അപ്പൊ മാലിക് ഇമാം തങ്ങൾ പറഞ്ഞു, ആരാണ് മാലിക് ഇമാം തങ്ങൾ എന്നറിയുമോ? ഹിജറ 93 ജനിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് തങ്ങൾ 93 വഫാത്തായതെന്ന് ചരിത്രം പറയുന്നു. ഏതായാലും ഇമാം അബൂ ഹനീഫ തങ്ങൾ സ്വഹാബികളെ കണ്ടിട്ടുണ്ടെന്നാണ് പ്രബല ചരിത്രം. 1-ാം നൂറ്റാണ്ടിൽ ജനിച്ച മഹാനാണ് മാലിക് ഇമാം തങ്ങൾ. 2-ാം നൂറ്റാണ്ടിൽ മദ്ഹബ് ക്രോഡീകരിച്ച മഹാനാണ്. 4 മദ്ഹബിന്റെ ഇമാമുകളും അവിടുന്ന് 247 അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വഫാത്താകുന്നത്. 3 നൂറ്റാണ്ടിന്റെ ഉള്ളിലാണ് അവര് മുഴുവനും ഉള്ളത്. ആ 3-ാം നൂറ്റാണ്ടിന്റെ അവസാനം ജീവിച്ച മഹാനാണ് സാഹിബ് സഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അപ്പോഴോ 3-ാം നൂറ്റാണ്ട് നബി തങ്ങൾ പറഞ്ഞ ഖൈറുൽ ഖുറൂനി ഖർനി, ആ ഖർനിൽ ജനിച്ച മഹാനാണ് അബൂ ഹനീഫ ഇമാം തങ്ങൾ, മാലിക് ഇമാം തങ്ങൾ. പിന്നെ അടുത്ത നൂറ്റാണ്ടാണ് ഏറ്റവും നല്ല നൂറ്റാണ്ട്. അവിടെ ജനിച്ച മഹാനാണ് ശാഫഈ ഇമാം തങ്ങൾ, അവിടെ ജനിച്ച മഹാനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. പിന്നെ ഏറ്റവും നല്ല നൂറ്റാണ്ട് അടുത്ത നൂറ്റാണ്ടാണ്. ആ നൂറ്റാണ്ടിലാണ് 2 ഇമാമിങ്ങൾ വഫാത്താകുന്നത് കേട്ടോ. അങ്ങനെ നബി തങ്ങളെ മഹത്വം പറഞ്ഞ 3 നൂറ്റാണ്ടിന്റെ ഉള്ളിൽ ജീവിച്ച് മദ്ഹബ് ക്രോഡീകരിച്ചിട്ട് പോയവരാണ് 4 മദ്ഹബിന്റെ ഇമാമുകളും. ആ 3-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ തന്നെ ആ ഇമാമിങ്ങളെ പിൻപറ്റി തുടങ്ങിയതാണ് മുസ്ലിം ലോകം. എന്റെ വിഷയം ഇന്നതല്ല. ആ 3-ാം നൂറ്റാണ്ട് മുതൽ ഇന്നേ വരെ 1000 ചില്ലാനം വർഷം ലോകത്ത് ബുദ്ധിയുള്ള ഒരു മനുഷ്യനും വിസമ്മതം രേഖപ്പെടുത്താത്ത, വിമർശനം
വർത്തമാനം പറയാത്ത, വ്യക്തിശുദ്ധിയെ ചോദ്യം ചെയ്യാത്ത, വിവരയോഗ്യതയെ കുറിച്ച് എഡിറ്റ് ചെയ്യാത്ത നേതാവാണ് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ഒരൊറ്റ ഇമാമും മാലിക് ഇമാം തങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ല. മാലിക് ഇമാം തങ്ങൾ അബൂ ഹനീഫ ഇമാം തങ്ങളുടെ ഹദീസിന്റെ ഉസ്താദാണ്. അബൂ ഹനീഫ ഇമാം തങ്ങളിൽ നിന്ന് ഫിഖ് പഠിച്ച ശിഷ്യനാണ്. ഇതെല്ലാമായ ഇമാം മാലിക് തങ്ങൾ. വിശദീകരണത്തിന് സമയം പോരാ, എന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അബൂ ജഅഫറുൽ മൻസൂർ എന്ന ഭരണാധികാരിയോട് മദീന പള്ളിയിൽ വെച്ച് സംസാരിക്കുമ്പോ അല്പമൊന്ന് ശബ്ദമുയർത്തിയപ്പോ അവിടുന്ന് പറയുന്നു, യാ അമീറൽ മുഅ്മിനീൻ ലാ തർഫഅ സൗതക ഫീ ഹാദൽ മസ്ജിദി ഫഇന്നല്ലാഹ തആല അദ്ദബ അഖ്വാമാ. എടോ അബൂ ജഅഫറുൽ മൻസൂർ, നീ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, പക്ഷേ ഈ പള്ളിയിൽ നിന്ന് ശബ്ദമുയർത്താൻ പാടില്ല. അല്ലാഹു തആല ഖുർആനിൽ ഒരു സമൂഹത്തെ മര്യാദ പഠിപ്പിച്ചു. എന്താണ്? ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളെക്കാളും ശബ്ദമുയർത്താൻ പാടില്ല. വമദഹ ഖൗമൻ, ഒരു സമൂഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അളീം. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ ശബ്ദം താഴ്ത്തിയിട്ട് മര്യാദ കാണിക്കുന്ന ആളുകൾ, അവരോ ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, അവരുടെ ഖൽബുകൾ തഖ്വയ്ക്ക് പറ്റിയതാണോ എന്നല്ല പരിശോധിച്ചു തീരുമാനിച്ചതാണ്. ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അളീം, അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തുണ്ട്, വലിയ പ്രതിഫലമുണ്ട് കേട്ടോ. അപ്പോ ഒരു വിഭാഗത്തെ അവിടുന്ന് താക്കീത് നൽകിയിട്ടുണ്ട്, ഒരു വിഭാഗത്തെ അവിടുന്ന് പ്രകീർത്തിച്ചിട്ടുണ്ട്. വദമ്മ ഖൗമൻ ബിഖൗലിഹി, ഒരു സമൂഹത്തെ അവിടുന്ന് മോശമാക്കി പറഞ്ഞു. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാതി അക്സറുഹും ലാ യഖിലൂൻ. ഒരു വിഭാഗം ആളുകൾ എന്റെ നബിതങ്ങളുടെ മുറിയുടെ പിറകിൽ നിന്ന് വിളിക്കുന്നവർ, അഥവാ നബിതങ്ങളോട് മര്യാദ കാണിക്കാത്തവർ, അവരെ കുറിച്ച് മോശം പറഞ്ഞു ഖുർആൻ. വഇന്ന ഹുർമതഹു കഹുർമതിഹി ഇൻദല്ലാഹി ഹയ്യാ. അവിടുന്ന് വഫാത്തായ ശേഷമുള്ള ബഹുമാനം ജീവിച്ചിരിക്കുമ്പോഴുള്ള ബഹുമാനം പോലെ തന്നെ. ഇത് കേട്ട് അബൂ ജഅഫറുൽ മൻസൂർ വിനയം കാണിച്ചു. ഇപ്പോഴെന്റെ വിഷയം അതല്ല, ഇപ്പോഴെന്റെ വിഷയം ആ ബഹുമാനത്തെക്കുറിച്ച് പറയലല്ല. ഏതായാലും വിവരമുള്ള രാജാവാണ്. മാലിക് ഇമാം തങ്ങൾ എന്ന ഇമാമുൽ മദീനയെ അനുസരിച്ചയാളാണ്. അയാളെ മര്യാദ കാണിക്കുന്നു. അല്പം കഴിഞ്ഞ് ഖുർആൻ ഓതുന്നു അബൂ ജഅഫറുൽ മൻസൂർ. അത് കഴിഞ്ഞിട്ട് വരുന്നു, യാ അബാ അബ്ദില്ലാഹ്, ഓ മാലിക് ഇമാം തങ്ങളെ, അസ്തഖ്ബിലുൽ ഖിബ്ല വഅദ്ഉ അമ്മ അസ്തഖ്ബിലു റസൂലല്ലാഹ്. ഞാൻ ഖിബ്ലക്ക് മുന്നിട്ട് ദുആ ചെയ്യണോ, നബിതങ്ങൾക്ക് മുന്നിട്ട് ദുആ ഇറക്കണോ? മദീനത്ത് സിയാറത്ത് ചെയ്യുമ്പോ എങ്ങോട്ട് തിരിഞ്ഞാണ് ദുആ ഇറക്കേണ്ടത്? ഓ മാലിക് ഇമാം തങ്ങളെ. ഫഖാല ലഹു മാലികുൻ, അപ്പൊ മാലിക് ഇമാം തങ്ങൾ പറഞ്ഞു, വഅൈന തസ്രിഫു വജ്ഹക, എവിടേക്കാടോ പിന്നെ മുഖം തിരിക്കേണ്ടത്? അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിട്ടിട്ട് എങ്ങോട്ട് മുഖം തിരിക്കാനാണ്? വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം. അത് നിങ്ങളുടെ ഇടയാളരാണ്, നിങ്ങളുടെ ഉപ്പയുടെയും ഇടയാളരാണ്.
ഇബ്രാഹിം നബിയുടെ കൂടെയുണ്ടായിരുന്നു അഗ്നിയിൽ ഇട്ടപ്പോ, നൂഹ് നബിയുടെ കൂടെയുണ്ടായിരുന്നു കപ്പലിലുള്ളപ്പോ, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കൂടെയുണ്ടായിരുന്നു. എല്ലാ അമ്പിയാക്കന്മാരുടെയും വസീലയാണ്. വവസീലത്തു അബീക ആദം അലൈഹിസ്സലാം. ഭൗതിക ലോകത്തു മാത്രമല്ല, فتوسل به آدم وافتخر بكونه والدا. ആദം നബി അലൈഹിസ്സലാമിനെ വസീലയാക്കിയിട്ടാണ്, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം നബി തങ്ങളെ വസീലയാക്കിയിട്ടാണ് അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയത്. വഹബത്തു സുഹൈലി എന്ന ഉസ്താദു ദക്തൂർ വഹബത്തു സുഹൈലി എന്ന സമകാലിക പണ്ഡിതൻ ശമാഇലുൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിന്റെ 126-ാമത്തെ പേജിൽ വളരെ സ്പഷ്ടമായി എഴുതുന്നു, ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, ബിഹഖ് മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് ഞാൻ ചെയ്തു പോയ അപരാധം എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. അങ്ങനെ പൊറുക്കലിനെ തേടിയിട്ടുണ്ട്. ഏകദേശം 25ഓളം നിവേദകന്മാര് സാധുവായ ഞാൻ ആ റിപ്പോർട്ടിൽ കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാം പറയുന്നു ബിഹഖ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒരാൾ ഇബ്നു കസീറാണ്, മറ്റൊന്ന് ഇബ്നുൽ ഖയ്യിമാണ്. അങ്ങനെ തുടങ്ങി വിമർശകന്മാർക്ക് പോലും പഥ്യമുള്ളവർ അത് പറഞ്ഞു. എവിടേക്കാണ് വവസീലത്തു അബീക ആദം? ദുനിയാവിലെ മാത്രമല്ല, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ വസീല, അമ്പിയാക്കന്മാരുടെ മുഴുവനും വസീല, അൽ വസീലത്തുൽ ഉളമാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ബലിസ്തഖ്ബിൽഹു, അവിടുന്ന് നബി തങ്ങൾക്ക് അഭിമുഖമായി നിന്നോ. വസ്തശ്ഫിഉ ബിഹി, ആ നബി തങ്ങളെ കൊണ്ട് ശഫാഅത്ത് തേടിക്കോ. ഫയശഫിഉക അല്ലാഹു തആല, അപ്പ അല്ലാഹു തആല നിങ്ങളുടെ ദുആക്ക് ഉത്തരം ചെയ്യുന്നതാണ്. കാരണം എന്ത്? ഖാലല്ലാഹുൽ അലീം ഫീ കിതാബിഹിൽ കരീം. ഇമാം മാലിക് തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താണ്? വലൗ അന്നഹും ഇദ്ദലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അരുതാത്തത് ചെയ്തവർ അഷ്റഫുൽ വറായുടെ അടുക്കൽ വന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്ത് നബി തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു തആല പുറത്തു കൊടുക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാവരുടെയും വസീലയാണ്. ആദം നബി മുന്നറിയിപ്പ് നൽകിയ നേതാവാണ്, ഇദ്രീസ് നബി പഠിപ്പിച്ച നേതാവാണ്, എല്ലാ നേതാക്കന്മാരും പറഞ്ഞ നേതാവാണ്. ഓ കാലാ ഔലാ ഹമാരാ നബി, എല്ലാവരെക്കാളും ഉന്നതിയിലുള്ള നബിയേ, അവിടുത്തെ ഔദാര്യത്തിന്റെ പിന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടുത്തെ ഔദാര്യത്തിന്റെ പടിവാതിൽക്കലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞ ഒരു കാര്യം അതുകൂടി മാത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. കാരണം നബിയുൽ മൗഊദ്
മൗഊദ്, വാഗ്ദത്ത പ്രവാചകരാണ്. ഇൻഷാ അല്ലാഹ് നാളെ വേദങ്ങൾ പറയുന്ന പരാമർശമാണ് ഇവിടെ പറയേണ്ടത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ മക്ക ഒരുങ്ങിയതെങ്ങനെ? അല്ലാഹ് മക്കയെ തെരഞ്ഞെടുത്തത് എന്താണ്? മദീനത്തായി കൂടായിരുന്നോ? ഖബർ മദീനത്തല്ലേ, അപ്പൊ ജനനം മക്കത്തായതെന്തേ? ലോകത്തെ മക്കത്തിനുള്ള പ്രത്യേകത എന്താണ്? മക്കയിൽ അല്ലാഹു തആല നബി തങ്ങളെ സ്വീകരിക്കാൻ ചെയ്ത സംവിധാനങ്ങൾ എന്താണ്? മക്കയിൽ നബി തങ്ങളെ കാത്തിരുന്നവർ ആരൊക്കെയാണ്? എത്ര പണ്ഡിതന്മാരാണ് നബി തങ്ങളെ കാത്ത് മക്കയിൽ വന്ന് താമസിച്ചത്? അതെല്ലാം ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയാം. പിന്നെ തൗഫീഖ് കിട്ടിയാൽ മറ്റന്നാൾ നമുക്ക് നബി തങ്ങളുടെ ജനനം പറയാം. അടുത്ത ദിവസം അവിടുത്തെ ജനനത്തോടനുബന്ധിച്ച ബാല്യം ശൈശവം പറയാം. അടുത്ത ദിവസം ബാല്യം പറയുമ്പോഴേക്ക് നമ്മുടെ 7 ദിവസമാവുകയും ചെയ്യുമല്ലോ. അവിടെ നമുക്ക് നിർത്താം, പിന്നീട് തുടരാം. ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളെ ഒന്ന് എഴുന്നേറ്റടുത്ത് നിൽക്കാമല്ലോ. ഈ വേദി ഹബീബിൻ്റെതാണല്ലോ. യാ റഹ്മാനു യാ അല്ലാഹ് اجعل هذا المجلس وسيلة لسيد الوسيلة محمد رسول الله. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നിവേദനം. ഏകദേശം ലോകപ്രസിദ്ധരായ ഹാഫിളുമാരായ ആളുകൾ ആ ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ്ക്ക് പുറമെ അവിടുന്ന് ഹാഫിളുമാരായ ആളുകൾ ആ ഹദീസ് ഉദ്ധരിക്കുന്നു. ആരാണെന്നറിയുമോ? ഹാഫിൾ എന്ന് പറഞ്ഞാൽ 1,00,000 ഹദീസ് മനഃപ്പാഠമാക്കിയ ആൾക്കാണ് ഹാഫിൾ എന്ന് പറയുക. അങ്ങനെയുള്ള മഹാന്മാരും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഈ അസർ ഉദ്ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ പറയുകയാണ്, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നിവേദനം. ബഅദമാ ദഫന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസതി അയ്യാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴോ ജാഅ ഇലൈനാ അറാബിയുൻ, ഞങ്ങളിലേക്ക് ഒരു അറാബി കടന്നു വന്നു. ഫറമാ ബിനഫ്സിഹി ഇലാ ഖബരി റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിലേക്ക് വന്നങ്ങ് ചാഞ്ഞു. എന്നിട്ടോ ഫഹസാ മിൻ തുറാബിഹി അലാ റഅസിഹി, എന്നിട്ട് മണ്ണ് വാരി തലയിലിടാൻ തുടങ്ങി. എന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഖുൽത മാ ഖുൽത സമിഅനാ ഖൗലക. തങ്ങൾ പറഞ്ഞത് പറഞ്ഞു, ഞങ്ങൾ കേട്ടു. വവഈനാ മാ വഈത അനില്ലാഹ്, അല്ലാഹുവിൽ നിന്ന് തങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ തങ്ങളിൽ നിന്ന് സ്വീകരിച്ചു. വഫീമാ അൻസലല്ലാഹു അലൈക, അവിടുത്തെയുടെ മേൽ അല്ലാഹ് അവതരിപ്പിച്ചതിൽ ഉണ്ട്. ആരാണ്? അലി റളിയല്ലാഹു എന്ന് പറയുന്ന നിവേദനമാണ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു, അവിടുന്ന് ലഭിച്ചതിലുണ്ടല്ലോ നബിയേ, ഫലോ അന്നഹും ഇല്ലലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. തെറ്റു ചെയ്തവർ നബി തങ്ങളുടെ അടുക്കൽ വന്ന് പൊറുക്കല്ല തേടിയാൽ, ഇവിടെ റാസി ഇമാം തങ്ങൾ പറയുന്നുണ്ട്, റസൂലൻ എന്തിനാണ് പറഞ്ഞത്? ജാഊക എന്ന് പറഞ്ഞതിന് ശേഷം, തങ്ങളുടെ അടുക്കൽ വന്ന് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ റസൂൽ എന്ന പദവി പറഞ്ഞത് എന്തിനാണ്? നബി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും വഫാത്തായാലും മാറാത്ത വ്യക്തമായ ടേമാണ്. നമുക്കും റസൂലാണ്, സ്വഹാബികൾക്കും റസൂലാണ്. അപ്പൊ വഫാത്തായ ശേഷവും വരാനുള്ള സൂചനയാണ് എന്ന് ഇമാം റാസി റഹിമഹുല്ലാഹ് അവിടെ പറയുന്നുണ്ട്. ഏതായാലും ശരി, ഈ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, നബിയേ, തെറ്റു ചെയ്താൽ അവിടുത്തെയുടെ മുമ്പിൽ വന്ന് പൊറുക്കല്ല തേടിയാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പൊറുക്കല്ല തേടാൻ, തങ്ങളെനിക്ക് പൊറുക്കല്ല തേടിത്തരാൻ വേണ്ടിയാണ് വഫാത്തായ നബിയെ തങ്ങളുടെ അടുക്കലേക്ക് ഞാൻ വന്നത്. എനിക്ക് പൊറുക്കല്ല തേടിത്തരണം നബിയേ. അപ്പോഴേ
അറിയാനും അടുക്കാനും അനുരാഗത്തോടെ ചേരാനും അവസാനം അവിടുത്തെ പൂമുഖം കണ്ടുകൊണ്ട് മരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മൗലായ دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الحمد لله الحمد لله لك الحمد يا قهار يا معبود يا الله. نتوسل إليك برسول الله سيد الوسيلة قائد الغر المهجلين سيد الأبرار وقائد المهاجرين والأنصار. അല്ലാഹുവേ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹ്ബൂബായ നബി തങ്ങളുടെ ചരിത്രവും മദ്ഹും മഹബ്ബത്തും പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസ് കബൂലാക്കണം അല്ലാഹ്.